ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ഭാര്യ ഗർഭിണിയായപ്പോ ദേഷ്യം ഇതാണെങ്കിലേ ദേ ഈ കൂടെ നടക്കുന്നവർക്ക് കൂടി ഗർഭമായാൽ എന്തോ ചെയ്യും? ഒന്ന് പോടാ. എടാ, ഒന്ന് കെട്ടിക്കൊണ്ട് നടക്കാൻ പാടുള്ളവനെ രണ്ടാമതേ കെട്ടാൻ പാടില്ല. പോടാ. പറയുന്ന കേക്ക് വേണ്ട. നോക്കാതൊക്കെ നമ്മുടെ പോക്ക് മുടക്കാൻ വേണ്ടി നമുക്ക് പോയേ പറ്റൂ. അയ്യോ അമ്മ, ചായ ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങാൻ വൈകി. മോൾ ഇന്നലെ പറഞ്ഞില്ലേ ഇഞ്ചിയിട്ട ചായ വേണോന്ന്? ദാ. അയ്യോ മോനെ, എന്റെ കുഴപ്പമുണ്ട്. വായിക്കരിയ എന്തോ പൊള്ളുന്ന പോലെ. അയ്യോ മോനെ. എന്താ പറ്റിയേ? ഓക്കെ അല്ലേ? എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചിരി വന്നു, ചിരിച്ചു, അത്ര തന്നെ. കൽപ്പന, നിങ്ങൾ രാധിക മോൾക്കുള്ള ചായയിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഞങ്ങളെന്താ ചേർക്കാനാ? ചായ എടുത്തത് അമ്മയല്ലേ? ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുത്തത് വരുണ്ണല്ലേ? വരുണ്ണൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഇഞ്ചിപ്പൊടി ഇടാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇട്ടായിരുന്നു അമ്മേ. ഇനി അതായിരിക്കോ? ആ, ചെലപ്പോ അതായിരിക്കും. ആ, നീ പരമേശ്വരന് ചായ കൊണ്ട് കൊടുക്ക. ഓക്കെ ആയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? സമയമായല്ലോ. നീ എന്തായാലും മോളെയും കൂട്ടിപ്പോ. അത് മുടക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി, ഇവിടെ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. നീ ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട, ചെല്ലേ. ഞാനേ സോങ് റെക്കോർഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. പോകുമ്പോഴേ നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാം. സ്റ്റുഡിയോയിൽ എത്തുമ്പോഴേക്കും ഓക്കെ ആയിക്കോളൂ. ശരി മോളെ.
ഏയ് നിക്ക്, അവിടെ നിന്നേ. അതെ, തിരിച്ചു വരുമ്പോ ആ അങ്ങാടിക്കടയിൽ ഒന്ന് കയറണം. ഗർഭിണികൾക്ക് ലേഹ്യം വെച്ചു കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഒന്ന് എടുത്തു തരാൻ പറയണം. ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് ചെയ്യേണ്ടതേ ഭർത്താവാ. നിങ്ങൾ ഇന്ന് ഞാൻ ഓടാ ഇറക്ക. എടാ, കൊച്ചുങ്ങൾ ഉണ്ടായാലേ അതിനെ നോക്കാൻ പഠിക്കണം. ആ. എന്താ ഇത്? എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നമുക്ക് പോ. ആ, നിക്ക്. അത് കൊള്ളാം. ഒരു ഭാര്യ ഗർഭിണിയായപ്പോ ദേഷ്യം ഇതാണെങ്കിലേ, ദേ ഈ കൂടെ നടക്കുന്നവർക്ക് കൂടി ഗർഭമായാൽ എന്തോ ചെയ്യും. ഒന്ന് പോടാ. എടാ, ഒന്ന് കെട്ടിക്കൊണ്ട് നടക്കാൻ പാടുള്ളവനെ രണ്ടാമതും കെട്ടാൻ പാടില്ല. പോടാ. പറയുന്ന കേക്ക് വേണ്ട. നോക്കാം, ഇതൊക്കെ നമ്മുടെ പോക്ക് മുടക്കാൻ വേണ്ടി. നമുക്ക് പോയേ പറ്റോ. വിധമോട് കാത്തു നിൽക്കുന്നുണ്ടോ? അയ്യോ, ആ പോടാ. തിരിച്ചു വന്നിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ, മാറിയിട്ട് ഞാൻ കത്തിക്കും. പോടാ, ഇങ്ങോട്ട് വാ. പോവാൻ നോക്കടാ. കേറ് വരൻ വണ്ടിയില്. കേറ്. വാ വരൻ. പോവാം, വാ. അയ്യോ, പിന്നെ പൊയ്ക്കോ. ഈ പോക്ക് കൊണ്ടേ വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. സുകുമാരി ഒന്ന് നിന്നെ. ഓ, എന്താണാവോ? സുകുമാരി, ഈ വീടിനകത്ത് സുകുമാരി ചവിട്ടിക്കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. സുകുമാരിയുടെ ഭാവം കണ്ട ഇത് സുകുമാരിയുടെ വീടാണെന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എന്റെ വീടാ. ഓ, മനസ്സിലായി. വീടിന്റെ അവകാശ പ്രശ്നം പറഞ്ഞ് അഭിമാന പ്രശ്നം തോന്നി ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങണം. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന എന്റെ കൊച്ചുമോളെ നിങ്ങൾക്ക് ദ്രോഹിക്കാം. പണ്ടത്തെ പോലെ ഇവിടുന്ന് പറഞ്ഞും വിടാം. അതല്ലേ ഉദ്ദേശം? ആ കണക്കുകളൊക്കെ അവിടെ തൽക്കാലം നിക്കട്ടെ. കുറച്ചു മുമ്പ് രാധിക മോളൊരു ചായ കുടിച്ചല്ലോ. ആ ചായ കുടിച്ചിട്ട് ചുണ്ടും വായും ഒക്കെ പൊള്ളി എന്ന് പറഞ്ഞ അതിലെരിവുണ്ടായിരുന്നു എന്നർത്ഥം. അത് ഈ കൂട്ടത്തിൽ ആരാ ചെയ്തത്?